ഇന്ത്യയോട് ആവശ്യപ്പെടുമ്പോൾ പോലും അതിർത്തിയിൽ പാകിസ്ഥാൻ ആക്രമണം തുടരുന്ന സാഹചര്യം. ശ്രീനഗർ വിമാനത്താവളത്തിനും സൈനിക ആസ്ഥാനത്തിനും സമീപം സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നു. കശ്മീരിലെ ബരാമുള്ളയിലും 2 സ്ഫോടനങ്ങൾ ഉണ്ടായതായി റോയിറ്റേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി MG മിഥുനും ചേരുന്നു. മിഥുൻ, മണിക്കൂറുകളായി തുടരുന്ന ആക്രമണം, അതിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. ഇപ്പോഴും സ്ഫോടനങ്ങളിലേക്ക് പോകുന്നു. ശ്രീനഗറിലും സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? അപർണ, പാകിസ്ഥാൻ പിന്നോട്ടില്ല, പ്രകോപനമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ശ്രീനഗർ വിമാനത്താവളത്തിന് സൈനിക ആസ്ഥാനത്തിനും ഇടയിലാണ് ആദ്യ സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റോയിറ്റേഴ്സ് ആണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത പുറത്തുവിടുകയും ചെയ്തത്. മറ്റൊന്ന്, കശ്മീരിലെ ബാരാമുള്ളയിലും 2 സ്ഫോടനങ്ങൾ നടന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വിവരങ്ങളാണ് ഇത് രണ്ടും. ഇത് ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ കൈമാറുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഉഗ്ര സ്ഫോടനം നടന്നു. വലിയ ശബ്ദം കേട്ടതായി ഈ പ്രദേശത്ത് നിന്ന് കേട്ടതായിട്ടുള്ള വിവരങ്ങൾ വരുന്നു. കാരണം കഴിഞ്ഞ ദിവസവും ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപം സമാനമായ രീതിയിലുള്ള ഒരു അറ്റാക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. അതായത് ഈ മേഖലയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നീക്കമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് തടയിടാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ സൗണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ ശബ്ദമാണ് പ്രധാനമായും വലിയ സ്ഫോടനം രീതിയിൽ കേട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അത് അനുമാനിക്കാൻ സാധിക്കുകയും ചെയ്തത്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുന്നു. നേരത്തെ പത്താൻകോട്ടിലും സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായി. അവിടെ വലിയ രീതിയിൽ സൈറൺ മുഴങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. ഒപ്പം തന്നെ അതായത് പഞ്ചാബ് ഹിമാചൽ അതിർത്തിയിലുള്ള ഒരു ഫയറിംഗ് റേഞ്ചിലെ കുന്നിന് മുകളിൽ നിന്നാണ് ഇത്തരത്തിലൊരു വിവരം, ഈ പുകപടലങ്ങൾ ഉയർന്നത് കാണുകയും ഒപ്പം തന്നെ അവിടെ നിന്ന് വലിയ ഉഗ്ര ശബ്ദം നാട്ടുകാർ കേട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അതിന്റെ ദൃശ്യങ്ങളും നമ്മൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഇങ്ങനെ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലം, ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളടക്കം ഈ ഒരു അനുരഞ്ജന ശ്രമം നടക്കുന്ന, ഒരു സമവായ ശ്രമം നടക്കുന്ന, മധ്യസ്ഥ ശ്രമം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഈ ഒരു സംഘർഷത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നതിനിടയിൽ കൂടിയാണ് വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ നിരന്തരം പ്രകോപനം ഉണ്ടാകുകയും ചെയ്യുന്നത്. ഓക്കെ, പാകിസ്ഥാൻ പറഞ്ഞ വാക്ക് പാലിക്കാത്ത പാകിസ്ഥാൻ നെറുകേടിന്റെ ആക്രമണ രീതി തുടരുന്നു എന്നുള്ള വാർത്തകൾ. മറ്റൊരു വാർത്ത വരുന്നത്, ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിടെ പാകിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ആക്രമണം ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ക്വറ്റ നഗരം പിടിച്ചെടുത്തെന്ന അവകാശവാദത്തിന് ശേഷം ഇന്നും പാക് സൈനിക വാഹനത്തിന് നേരെ BLA ആക്രമണം നടത്തിയിരിക്കുന്നു. MG മിഥുൻ ചേർന്നു. മിഥുൻ, അകത്ത് വലിയ പ്രക്ഷോഭമുണ്ട്. ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ബലൂചിസ്ഥാൻ ആർമി നടത്തുമ്പോൾ പോലും ഇത് മറച്ചുവെക്കാൻ കൂടി ഇന്ത്യയുടെ അതിർത്തികളിൽ ആക്രമണം ശക്തമാക്കുകയാണ് പാകിസ്ഥാൻ എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെയാണ് വരുന്നത്. ഏത് തരത്തിലാണ് BLA ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്? എന്തെല്ലാം പുതിയ അവകാശവാദങ്ങൾ കൂടിയാണ് ഉള്ളത്? അപർണ, ഇത്തരത്തിൽ ആഭ്യന്തര കലാപവും വലിയ രീതിയിൽ പാകിസ്ഥാനിൽ രൂക്ഷമാകുന്നു എന്നുള്ള സൂചനകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമി അല്പസമയത്തിന് മുമ്പ് പുറത്തുവിട്ട ഒരു ദൃശ്യങ്ങളുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിൽ പാകിസ്ഥാന്റെ സൈനിക വാഹനത്തിന് നേരെയാണ് ഇന്നും ആക്രമണം ഉണ്ടായത്. വെടിവെപ്പാണ് ഇന്ന് നടന്നത്. നേരത്തെ അവർ തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കുഴിബോംബ് വെച്ചുകൊണ്ട് ആ സൈനിക വാഹനം തകർക്കുന്ന ദൃശ്യങ്ങൾ അവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടപ്പോൾ ഇന്ന് സൈനിക വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും നിലവിൽ 22ഓളം പാക് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ആക്രമണം കടുപ്പിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഏകദേശം 39 ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് 39 ഇടങ്ങളിൽ ഒരേ സമയം അറ്റാക്ക് നടന്നതായിട്ടുള്ള വിവരങ്ങളാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം അതൊരു അവകാശവാദമാണ്. അവരുടെ കഴിഞ്ഞ ദിവസം ക്വറ്റ നഗരം പിടിച്ചെടുത്തതായി അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. അത് അവരുടെ പതാക ഉയർത്തിക്കൊണ്ട് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പാക് സൈനികർക്ക് നേരെ ആക്രമണം ശക്തമാക്കുന്ന ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ വീഡിയോ വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിനിടെ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം അത് ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. അത്തരത്തിൽ ബലൂച്ച് ആർമി അവരുടെ കലാപം അത് കൂടുതൽ രൂക്ഷമാക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ കൂടുതൽ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. MG മിഥുൻ വിവരങ്ങൾ
നൽകിയത്. ആഭ്യന്തര കലാപം ശക്തമാകുന്നു പാകിസ്ഥാനിൽ ഇതിനൊപ്പം എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്. സ്വാഭാവികമായിട്ടും ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ വേണമെന്നുള്ള നിലപാടിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു. അപ്പോഴും ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. അതിർത്തിയിൽ ആക്രമണം തുടരുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഇതിനിടെ 3 സേനാ മേധാവികളും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. സംയുക്ത സേനാ മേധാവി ജനറൽ അജിത് ചവാൻ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആർ കിരൺ ബാബു ചേർന്നു. കിരൺ, രാവിലെ 3 സേനാ മേധാവികളും പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു സൈനിക നീക്കം ഇന്ത്യ നടത്തുന്നുണ്ട്. അത് പ്രതിരോധത്തിന്റെ പാതയിലാണ്, അത് ഡി എസ്കലേഷന്റെ പാതയിലാണ് എന്ന് വാർത്താ സമ്മേളനത്തിൽ തന്നെ വിശദീകരിച്ചതാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം? അപർണ, ഈ കൂടിക്കാഴ്ച അതീവ നിർണായകമായ ഒന്നാണ്. കാരണം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു അതിർത്തിയിലേക്ക് പാകിസ്ഥാന്റെ സൈനിക നീക്കം ഉണ്ടാകുന്നു എന്നത്. പാകിസ്ഥാനും ഇങ്ങനെ ഒരു സൈനിക നീക്കം നടത്തുന്നതായി നേരത്തെ പറഞ്ഞിരുന്നു. അതിന് ഇന്ത്യ സ്ഥിരീകരണം നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് അവിടെ പറഞ്ഞിരുന്നില്ല. അത് ഒരു നയതന്ത്ര നീക്കത്തിന്റെ കൂടി ഭാഗമാണ്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല. പക്ഷേ അതിർത്തിയിലേക്ക് സൈനിക നീക്കം ഉണ്ടായാൽ സ്വാഭാവികമായും എന്താണ് അടുത്തത് സ്റ്റെപ്പ് എന്നത് വളരെ വ്യക്തമാണ്. ഇത് ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ കൊടുത്ത ഒരു സന്ദേശമായിരുന്നു. പ്രത്യേകിച്ച് G7 രാജ്യങ്ങൾക്കും ചൈനയ്ക്കും അമേരിക്കയും സൗദി അറേബ്യയ്ക്കും, ഈ രാജ്യങ്ങളൊക്കെയാണ് പ്രധാനമായും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം എന്നുള്ള നിർദ്ദേശം വെക്കുകയും ഇരു രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഇന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായിട്ടൊക്കെ നേരിട്ട് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു. ഇവർക്ക് കൃത്യമായ സൂചന നൽകുകയായിരുന്നു, പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് വരുന്നുണ്ട്. ഇനി അതിർത്തിയിലേക്ക് വന്നാൽ അടുത്ത സ്റ്റെപ്പ് ഞങ്ങളുടെ എന്താണെന്ന് അറിയാമല്ലോ. അതിനു മുമ്പ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ പരിഹരിക്കാം. ഇന്ത്യ മനഃപൂർവ്വം ഒരു പ്രകോപനം ഉണ്ടാക്കുന്നില്ല. പാകിസ്ഥാൻ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇന്ത്യ പ്രകോപനപരമായി സംസാരിക്കേണ്ടതാണ്. പക്ഷേ അവിടെ സംസാരിക്കാതെ നയതന്ത്രപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ അങ്ങനെ വന്നാലും ഈ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പിന്മാറ്റത്തിന് തയ്യാറായാലും ഇനിയും മുന്നോട്ടാണ് വരുന്നതെങ്കിൽ ഇന്ത്യക്ക് സ്വാഭാവികമായും പ്രതിരോധിക്കേണ്ടി വരും, തിരിച്ചടിക്കേണ്ടി വരും. അതൊരു ചിലപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പോലും പോകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനും ഒന്നും കഴിയില്ല. അത്തരം സാഹചര്യം കൂടി സൈന്യത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പിന്നെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ ഒരു ചെറിയ സാധ്യതയാണെങ്കിൽ പോലും ആ സാധ്യത അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 3 സേനാ മേധാവികളുമായും രാവിലെ പ്രതിരോധ മന്ത്രി ചർച്ച നടത്തുന്നു. രാജ്നാഥ് സിംഗുമായി ചർച്ച നടത്തിയ ശേഷമാണ് പിന്നീട് ഈ 3 സേനയുടെ തലവന്മാരും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയ പ്രധാനമന്ത്രിയുമായി ദീർഘനേരമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായ ഒന്നാണ്. രാജ്യം അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം വന്നാൽ അതിനെ നേരിടുകയും അതിൽ വിജയിക്കുകയും ഒക്കെ വേണം. അങ്ങനെയാണെങ്കിൽ ഓരോ സേനയ്ക്കും ഏതെല്ലാം തരത്തിലേക്കാണ് ഇപ്പോൾ നമുക്ക് അപ്പർ ഹാൻഡ് ഉള്ളത്, എവിടെയെല്ലാമാണ് നമ്മുടെ വീഴ്ച ഉള്ളത്, എന്തെല്ലാം തരത്തിലേക്ക് പാകിസ്ഥാന്റെ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ മറ്റൊരു ഇന്ത്യയെ പോലെ ഒരു രാജ്യമല്ല. അവർ ഏത് തരത്തിലുള്ള തിരിച്ചടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെയെല്ലാം എന്തെല്ലാം സാധ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ എന്തെല്ലാമാവും, പാകിസ്ഥാൻ ആരൊക്കെയാവും ഇന്റലിജൻസ് ഇൻപുട്ടുകൾ നൽകുക. ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പ്രത്യക്ഷമായി പാകിസ്ഥാനെ സഹായിച്ചില്ലെങ്കിലും പരോക്ഷമായി ഇന്റലിജൻസ് ഇൻപുട്ടുകളിലൂടെ സഹായിക്കാൻ സാധ്യതയുണ്ട്. അത് അമേരിക്കയുടെ കാര്യത്തിലായാലും അത്തരം ചില സംശയങ്ങളൊക്കെ ഇന്ത്യക്ക് സ്വാഭാവികമായും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കരസേനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും, വ്യോമസേനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും, നാവികസേനയ്ക്ക്, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു അന്തിമമായ തീരുമാനമെടുക്കേണ്ടതുണ്ട്.